ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിബിയാസ് വേൾഡ്. നമ്മളെല്ലാവരും കിച്ചൺ ഡോർ വാങ്ങാറുണ്ട് അല്ലേ? അപ്പോൾ അതെങ്ങനെയൊക്കെ എവിടെയൊക്കെ യൂസ് ചെയ്യണം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. ഇതുണ്ടോ, ഇതിന് വെറും 59 രൂപയേ ഉള്ളൂ. 4 എണ്ണമാണ് കിട്ടിയിട്ടുള്ളത്. ഇതുപോലെ 59, 79, 90 ആ ഒരു റേറ്റിനുള്ളിൽ വരുന്ന നല്ല ഭംഗിയുള്ള കളർഫുള്ളായിട്ടുള്ള ക്വാളിറ്റിയുള്ള കുറച്ച് കിച്ചൺ ഡോറുകളാണ് ഞാൻ വിശാൽ മാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. ഇതൊന്ന് യൂസ് ചെയ്യാത്തവരെ ഇനി എന്തായാലും വാങ്ങിയൊന്ന് യൂസ് ചെയ്ത് നോക്കണം കേട്ടോ. ഇതൊരു മൈക്രോ ഫൈബർ ക്ലോത്താണ്. നമ്മുടെ കിച്ചണിൽ പാത്രങ്ങളൊക്കെ നനഞ്ഞിട്ടിരിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ആദ്യം ഒന്ന് വെള്ളം വാലാൻ വെക്കുമല്ലോ, അതിനുശേഷം ചെറിയ ചെറിയ വെള്ളത്തുള്ളിലൊക്കെ ആയിട്ടിരിക്കുന്നുണ്ടായിരിക്കും. അത് ഉണങ്ങിയതിന് ശേഷം എടുത്ത് വെക്കാനായിട്ട് നിൽക്കേണ്ട. ഈ ഒരു ക്ലോത്ത് ഉണ്ടെങ്കിൽ ഇതുപോലെ പടപടയും നമുക്ക് തുടച്ചെടുത്ത് വെക്കാം. പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ. ഞാൻ ഫസ്റ്റിൽ വിചാരിച്ചിരുന്ന പോലെ സാധാരണ ക്ലോത്ത് വെച്ച് തുടച്ചാൽ പോരെ എന്നൊക്കെ ആയിരുന്നു. പക്ഷേ ഇത് യൂസ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മളിത് എന്തായാലും വാങ്ങും. കാരണം നമുക്കിത് ഇല്ലാണ്ട് പറ്റില്ല. അത്രയും ഒരു യൂസ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ മൈക്രോ ഫൈബർ ക്ലോത്ത്. ഇതിപ്പോൾ 2 കളറായതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സൈഡ് ഉപയോഗിച്ചതിന് ശേഷം ഒരു സൈഡ് ഇങ്ങനെ കൗണ്ടർ ടോപ്പിൽ നല്ല ഭംഗിയായിട്ട് വിരിച്ചിടാം. ഒരു അഴുക്കും ചെളിയില്ലാതെ അങ്ങനെ ഇരിക്കും കേട്ടോ. നമ്മൾ കിച്ചൺ ടവൽ വാങ്ങുമ്പോൾ ഇതുപോലെ സെറ്റായിട്ടായിരിക്കും കിട്ടുക. ഒരെണ്ണത്തിൽ 3-4 കളറുകളുണ്ടാവും. പക്ഷേ ഡിസൈൻ എല്ലാം സെയിം തന്നെയായിരിക്കും. നമ്മളത് കൊണ്ടുവന്നിട്ട് ഒന്ന് കിച്ചണിന് വേണ്ടിയും ഒന്ന് ടേബിളിന് വേണ്ടിയും ഒന്ന് സെറ്റിക്ക് വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്യും. 2 ദിവസം അതൊക്കെ കറക്റ്റായിട്ട് ചെയ്യും. അത് കഴിഞ്ഞ് ഒന്ന് വാഷ് ചെയ്ത് വരുമ്പോഴേക്കും നമ്മളിത് കിച്ചണിലുള്ളത് സെറ്റ് തുടയ്ക്കാനും സെറ്റിലുള്ള ടേബിളും അങ്ങനെ നമുക്ക് മാറിപ്പോകും. ഇത് കണ്ടോ, ഇതിപ്പോൾ ഒരു സെറ്റാണ്. അത് 3ഉം ഞാൻ ഒരേ ആവശ്യത്തിന് മാത്രമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത് സെറ്റ് തുടയ്ക്കാൻ വേണ്ടി മാത്രം എടുക്കും. അപ്പോൾ എനിക്കത് എങ്ങനെയൊക്കെ വാഷ് ചെയ്ത് റിട്ടേൺ വന്നിട്ടുണ്ടെങ്കിലും എനിക്കത് മാറിപ്പോവില്ല. ഇത് ഇത്രയും സെറ്റ് തുടയ്ക്കാനാണ് എന്നുള്ളത് എനിക്കറിയാനായിട്ട് പറ്റും. നമുക്ക് ഈ മാറിപ്പോയാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇത് 3ഉം ഞാൻ കിച്ചണിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. കിച്ചണിൽ നമ്മൾ കൗണ്ടർ ടോപ്പ് തുടയ്ക്കാനും നമ്മുടെ കൈ പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ തുടയ്ക്കാനും അങ്ങനെയൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഈ കിച്ചണിലുള്ളത് യൂസ് ചെയ്യുമ്പോൾ അതിൽ നല്ല രീതിക്ക് കറ പറ്റും. എത്ര വാഷ് ചെയ്താലും അഴുക്ക് പോകും, പക്ഷേ കറ പോവില്ല. അത് നമ്മൾ കൊണ്ടുവന്ന് സെറ്റിയിലൊക്കെ തുടയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പല ആവശ്യങ്ങൾക്കായിട്ട് ഒരേ ഡിസൈൻ മാറ്റി മാറ്റി പല ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ കിച്ചണിലത് എത്ര അഴുക്ക് പിടിച്ച് കുറേ നാൾ കഴിയുമ്പോൾ ചള്ളായി പോകും. പക്ഷേ നമ്മൾ സെറ്റ് തുടയ്ക്കുന്നതും ടേബിൾ തുടയ്ക്കുന്നതൊക്കെ ആയിട്ടുള്ളത് നമ്മൾ കഴുകിയെടുക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ വരും. കാരണം അതിൽ കറയില്ല. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു സെറ്റ് ഒരാവശ്യത്തിനായിട്ട് മാത്രം യൂസ് ചെയ്യുന്നത്. നമുക്ക് തന്നെ നാളെ മാറിപ്പോകാതിരിക്കാനും വേണ്ടിയിട്ട്. ഇതുണ്ടോ, നമ്മുടെ കിച്ചണിൽ ഉപയോഗിക്കുന്ന തുണി കാണുമ്പോൾ തന്നെ നമുക്ക് എന്തോ പോലെ തോന്നും. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു ബനിയനാണ്. നല്ല വൈറ്റ് ബനിയനായിരുന്നു. 2-3 പ്രാവശ്യം യൂസ് ചെയ്തപ്പോൾ തന്നെ ഇതുപോലെ കരിമ്പനടിച്ച് വിരിച്ചിടുമ്പോൾ ഏങ്കോണിച്ച് കാണുമ്പോൾ ഒരു വൃത്തിയില്ലാണ്ടായിട്ടുണ്ട്. അത് കൂടുതലും നമ്മൾ ഈ നനവുള്ള സ്ഥലത്ത് യൂസ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ അതൊക്കെ മാറ്റിയതിന് ശേഷം ഇതുപോലെ ഒരു വൈപ്പറും ഒരു സ്പോഞ്ചും മാത്രം യൂസ് ചെയ്യുക. കൂടുതൽ വെള്ളമുള്ള സ്ഥലത്ത് കണ്ടോ, ഈ സിങ്കിൻ്റെ അടുത്ത് എപ്പോഴും തന്നെ വെള്ളം ഉണ്ടാവും. നമ്മൾ അവിടെ തുടച്ചിട്ട് അതുപോലെ തന്നെ കുറച്ച് മാറി കൗണ്ടർ ടോപ്പ് തുടയ്ക്കുമ്പോൾ എപ്പോഴും ഈ തുണി ഇങ്ങനെ നനഞ്ഞിരിക്കും. അപ്പോൾ നമുക്ക് തൊടുമ്പോൾ ഒന്നും ഒരു സുഖം ഉണ്ടാവില്ല. പക്ഷെ നമുക്കത് ശീലമാണ് കിച്ചണിലായതുകൊണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് വയ്ക്കുക. ഈ ഒരു ഏരിയ എപ്പോഴും ഒരു വൈപ്പറും ഈ ഒരു സ്പോഞ്ചും വെച്ചതിന് ശേഷം വൈപ്പ് ചെയ്ത് വിടുക. ഇവിടെ ഒരു തുണിയേ വേണ്ട. ബാക്കി ഉണങ്ങിയ ഒരു ക്ലോത്ത് നമ്മൾ ബാക്കിയുള്ള ഏരിയയിൽ ഉപയോഗിക്കുക, ബാക്കി കൗണ്ടർ ടോപ്പിൽ. അപ്പോൾ എപ്പോഴും നല്ല ഉണങ്ങി നീറ്റായിട്ട് കിടക്കുകയും ചെയ്യും. ആ കിച്ചൺ ടവൽ കാണാനൊരു വൃത്തി ഉണ്ടാവും കേട്ടോ. അതുപോലെ കിച്ചൺ ടവല് വേറെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കരുതെന്ന് പറയുന്നത്, നമ്മൾ വേറെ ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യുന്ന ടവല്, സെറ്റി ടേബിളൊക്കെ ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടവല് കഴുകി വൃത്തിയാക്കിയാൽ നല്ല പുതുമയോടുകൂടി തന്നെ ഇരിക്കും. കാരണം അതിൽ അഴുക്ക് പറ്റുന്നത് മാത്രം കഴുകിയാൽ മതി. കിച്ചൺ ടവലിൽ കറയുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെ വന്നു കഴിയുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. കുറേ കഴിയുമ്പോൾ നമുക്കത് മാറാനായിട്ട് തോന്നും. പക്ഷേ മറ്റ് സ്ഥലം ക്ലീൻ ചെയ്യുന്ന ടവലുകൾ എപ്പോഴും നല്ല വൃത്തിയുള്ളതും പുതുമയുള്ളതായിട്ടിരിക്കും കേട്ടോ. പിന്നെ അത് ചെയ്യുന്നതിന് കുറച്ച് ലോഷനൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം, എപ്പോഴും നല്ല പുതുമയോടുകൂടി ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളിനി അങ്ങനെ മാറ്റി ചെയ്യാതെ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് ചെയ്തു വയ്ക്കുക. എപ്പോഴും നല്ല പുതുമയുള്ള കുറേ കിച്ചൺ ടവലുകൾ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അടുത്തത് ഇതും ഞാൻ വിശാൽ മാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. വെറും 59 രൂപയുള്ളൂ. ഒരെണ്ണത്തിൽ 4 എണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മൾ നേരത്തെ ചെയ്ത പൈസ മുടക്കില്ലാതെ എങ്ങനെ കിച്ചൺ ടവൽ ചെയ്യാം എന്നുള്ളൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ അടുത്ത ദിവസം കാണാം. താങ്ക് യു ഡിയേഴ്സ്.